ഇവിടെ ഒരു നമ്മൾ പറയാം പ്ലേ റീഡിംഗ് എന്നാണ്. പ്ലേ റീഡിംഗ് ആണ് ഇവിടെ നടന്നത്. അതിൽ തന്നെ നാടകക്കാർ അനുഭവിക്കുന്ന പ്രശ്നങ്ങളുണ്ട്. നാടകത്തെ ജീവന തുല്യ സ്നേഹിച്ച് അതിനായി ഇറങ്ങി പുറപ്പെടുമ്പോൾ അനുഭവിക്കുന്ന പ്രശ്നങ്ങളാണ് ആ നാടകത്തിൽ തന്നെ. അത് സമൂഹത്തിൽ ഒരു പദവിയില്ല, പദവി ഉണ്ടെങ്കിൽ ആദരവുണ്ട്. അതാണ് അതിൻ്റെ അടിസ്ഥാന പ്രശ്നമായിട്ട് തോന്നിയിട്ടുള്ളത്. ഇവിടെ ഈ നാടകം അത് അവതരിപ്പിച്ചുകൊണ്ടിരുന്ന സമയത്ത് ഇവിടെ ഇരിക്കുന്ന എല്ലാവരും നാടകക്കാരാണെങ്കിൽ അതിലൂടെ കടന്നുപോയിരിക്കും. പാത്രം വിളമ്പി വെച്ചാൽ അതിനകത്ത് സ്നേഹവും നാടകവും വിളമ്പിയാൽ മതിയോ എന്ന് ചോദിക്കുന്ന പ്രശ്നം എല്ലാ നാടകക്കാരുടെ മുമ്പിൽ. അപ്പോൾ ഈ പാത തിരഞ്ഞെടുക്കുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണ്. അത് മുമ്പ് കാലത്ത് സ്ത്രീകളും നാടകക്കാരും ഈ നാടകം ഈ കൂത്താടുന്നവർ പിന്നെ കൂത്തിച്ചിയായി സ്ത്രീകളെ അങ്ങനെ കണ്ടിരുന്നതാണ്. അതുകൊണ്ട് ആണുങ്ങളാണ് വേഷം കെട്ടുകയും അങ്ങനെ സമൂഹത്തിൽ അതിനെ ഈ അഭിനയകല എന്ന് പറയുന്നതിന് വളരെ മോശമായിട്ട് കണ്ടിരുന്നു. എങ്കിലും അന്ന് വളരെ ബ്രാഹ്മണന്മാരോ കൂടിയാട്ടമോ അതിനകത്ത് നങ്ങിയാർകൂത്തൊന്നും പ്രശ്നമില്ല. അത് വേറെ ഒരു സമൂഹത്തിനകത്ത് വരുമ്പോൾ കുഴപ്പമില്ല. അല്ലാത്ത കളിക്കുന്നവരെല്ലാവരും വളരെ മോശപ്പെട്ട ആൾക്കാരായിട്ട് കണ്ടിരുന്നു. അത് കഴിഞ്ഞ് ഈ ആധുനിക നാടകവേദി എന്ന് പറയുന്ന കഥകളി കൂടിയാട്ടത്തിന് ശേഷമുള്ള യഥാർത്ഥ നാടകങ്ങൾ കളിക്കാൻ തുടങ്ങിയപ്പോൾ മറ്റുള്ള പ്രശ്നങ്ങളാണ്. നടികളും ഒക്കെ മുന്നോട്ട് വരുന്നു. അപ്പോഴും അന്ന് സിനിമയും ടെലിവിഷനും ഇല്ലാത്തത് കൊണ്ട് തിക്കുറിശി ചേട്ടൻ നേരിട്ട് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എന്നെ മമ്മൂട്ടിയും മോഹൻലാലിനെയൊക്കെ വിളിക്കുമ്പോൾ എന്നെയും പിച്ച് ചെയ്തിരുന്നു ആൾക്കാർ വന്ന് അന്ന് നാടകം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അന്ന് അത്രയെങ്കിലും ഒരു സമൂഹത്തിൽ ഒരു ഞാൻ പറഞ്ഞില്ലേ ഒരു നല്ല കലാകാരന് ഒരു പദവി ഉള്ളതുകൊണ്ട് കുറച്ച് ആദരവ് കിട്ടുകയുള്ളൂ. ഇന്ന് അതിൻ്റെ അവസ്ഥ വളരെ മോശമാണ്. കാര്യം സിനിമയാണ് ഇന്നത്തെ ആഠ്യവർഗ സവർണൻ, അത് കഴിഞ്ഞ് ടെലിവിഷൻ, അത് കഴിഞ്ഞ് അധകൃതനാണ് നാടകക്കാരൻ. എത്ര പൊങ്ങിയാലും രാവണൻ തൻ്റെ വംശത്തെ ഉദ്ധരിക്കാനും ഒക്കെ ശ്രമിച്ച എൻ്റെ ജീവിതം പരാജയമാണോ എന്ന് ചോദിക്കുന്നത് പോലെയാണ് ഓരോ നാടകക്കാരനും ഇന്ന് നാടകം പ്രവർത്തിക്കുന്നവരെ നാടകത്തെ എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകാം എന്ന് ആലോചിക്കുമ്പോൾ ഈ നാടകത്തിൽ പറഞ്ഞതുപോലെ വളരെ 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 വേദനാജനകമായിട്ടുള്ള ഒരു അവസ്ഥയാണ്. അത് സമൂഹത്തിലെ മാറ്റമാണ്. സമൂഹത്തിൽ നിന്ന് സിനിമ മതി, ടെലിവിഷൻ മതി. അപ്പോൾ നാടക പ്രവർത്തകർക്ക് പിന്നെ ഈ പറഞ്ഞതുപോലെ വരുമാനമില്ല. അത് വലിയൊരു പ്രശ്നമാണ്. അത് സർക്കാർ വേണം അത് നികത്താൻ. ഞാനിത് പറയാൻ കാരണം മഹാരാഷ്ട്രയിൽ ഇന്നും എൻ്റെ സുഹൃത്തുക്കൾ വിളിക്കാറുണ്ട്. അവിടെ നാടകങ്ങൾ കാണാൻ രാവിലെ 5 മണിക്ക് നല്ല നാടകമാണെന്ന് അറിഞ്ഞാൽ നേരത്തെ പോയി ഓഫീസിൽ പോകുന്നതിന് ടിക്കറ്റ് വാങ്ങി വയ്ക്കും. എന്നിട്ട് കാണാൻ പോകുന്ന ഇപ്പോഴും ആ മഹാപട്ടണത്തിലുണ്ട്. അപ്പോൾ എന്തുകൊണ്ട് തിരുവനന്തപുരത്ത് ഇല്ല? ഇപ്പം ഗ്രാമങ്ങളിലൊക്കെ നാടകവേദി പിന്നെയും ഇപ്പോഴും ചെറിയ ചെറിയ സംഘങ്ങൾ പ്രവർത്തിക്കുന്നുണ്ട്. പക്ഷെ പട്ടണത്തിൽ തിരുവനന്തപുരത്ത് വലിയ ബുദ്ധിമുട്ടാണ്. എറണാകുളത്ത് ഇപ്പോഴും ഇത് വേറൊരു രീതിയിൽ എന്താ പറയുക, ഇന്നത്തെ വേറെ ഒരു പേഴ്സണാലിറ്റി ഡെവലപ്മെൻറ്റ്, മറ്റേ മൂവ്മെൻറ്റ് എക്സസൈസ് ഇങ്ങനെയൊക്കെ പറഞ്ഞ് ചില കാര്യങ്ങൾ ചെയ്യാൻ കുറച്ച് എളുപ്പമാണ്. ഇതിൻ്റെ സാധ്യതകളെ ഉപയോഗിച്ചുകൊണ്ട് ജീവിക്കാനുള്ള പല വരുമാനം കണ്ടെത്തുക. സ്കൂളിൽ തന്നെ പഠിച്ച പിള്ളേരൊക്കെ അതൊക്കെയാണ് ചെയ്യുന്നത്. അല്ലാതെ ഒരു നാടകം ചെയ്യുക എന്ന് പറയുന്നത് ഇതിനകത്ത് പിന്നീട് വലിയ ബുദ്ധിമുട്ടുണ്ട്. കവിക്കോ ചിത്രകാരനോ ഇല്ലാത്ത ഒരു ബുദ്ധിമുട്ടുണ്ട്. ഒരു സംഘാടകൻ്റെ ആവശ്യകതയുണ്ട്. ആ സംഘാടകൻ എന്ന് പറയുന്നത് ഒരു സംവിധാനം ചെയ്യാൻ ഒരു സംവിധായകനാവും. കാര്യം അയാളുടെ നാടകം അരങ്ങിൽ കയറാൻ വേണ്ടിയിട്ട് കുറേ വലിയ നടന്മാരെ കൊണ്ടുവരിക, നാടകം ചെയ്യുകയാണ്. അത് ഇതിൻ്റെ കൂടെ നടക്കും. പക്ഷെ ഒരു സംഘം നടത്തുക എന്ന് പറയുന്നത്
വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. ഒരു സംഘടന, ഒരു നാടകത്തിൻ്റെ ഒരു നാടകത്തിൽ പലവരും പുതിയ നാടകങ്ങൾ ചെയ്യുക, അതിന് നിരന്തരം ആർട്ടിസ്റ്റുകളെ കണ്ടെത്തുക. അതായത് സിനിമയിലാണെങ്കിൽ ഒരിക്കൽ ഒരു ടേക്ക് എടുത്ത് തന്നു കഴിഞ്ഞാൽ പിന്നെ ആ സിനിമ ആയിരുന്നു. ഇത് അടുത്ത നാടകം അവതരണം വരുമ്പം നടനെ കിട്ടൂല, നടിയെ കിട്ടൂല. ഒരു കുടുംബം പോലെ ജീവിച്ചാൽ അത് പറ്റുള്ളൂ. വീണ്ടും ആ നാടകം കളിക്കാൻ ഒരു അവതരണം കിട്ടുമ്പോൾ ഈ നാടകകല ഇന്ന് മറ്റു കലകളെ അപേക്ഷിച്ച് വളരെയധികം ക്ഷമയും അർപ്പണ മനോഭാവമുള്ളവർക്ക് കൊണ്ട് മാത്രമേ ഇന്ന് ചെയ്യാൻ പറ്റൂ എന്ന് വിശ്വസിക്കുന്ന കൂട്ടത്തിലാണ് ഞാൻ. അങ്ങനെ ആൾക്കാരുടെ എണ്ണം കുറഞ്ഞു വരുന്ന സമയത്ത് ഒറ്റയ്ക്കൊറ്റയ്ക്ക് ചില ഗ്രൂപ്പുകൾ കുറേ കാലം വർക്ക്, അത് കഴിഞ്ഞ് അത് ഒഴിഞ്ഞു പോവും, വീണ്ടും ഗ്രൂപ്പുകൾ ഉണ്ടാവും, ഒഴിഞ്ഞു പോവും. പക്ഷെ നാടകം മരിക്കില്ല. പക്ഷെ നാടകം ഈ അവസ്ഥയിലേ തുടരുള്ളൂ. തോമസ് മാത്യു തന്നെ സംസാരിക്കുകയായിരുന്നു റിസർച്ചിൻ്റെ കാര്യം. നല്ല നാടകങ്ങൾ എന്തുകൊണ്ടാണ് പ്രേക്ഷകർ വരാത്തതെന്നോ ഒരു കാര്യം നമ്മുടെ കലാകാരന്മാരും കൂടെ ഉത്തരവാദിത്വം കൂടെയാണ്. അതില്ലായ്മയാണ്. നല്ലവണ്ണം റിഹേഴ്സൽ ചെയ്യില്ല, ഡയലോഗ് പഠിക്കില്ല, വേറെ ഒന്നും ചെയ്യാൻ പറ്റാത്ത രീതിയിൽ അവതരിപ്പിക്കുക. അപ്പം അത് ഒരു ചെറിയ തോതിൽ നല്ല വൃത്തിയായിട്ട് സമയമെടുത്ത് എന്നാലും പ്രേക്ഷകർ വരും. കാര്യം ഒരു ഞെക്കിയ ടെലിവിഷനിൽ ഡയലോഗ് ക്ലിയർ ആയിട്ട് കാണും, വിഷ്വല് കിട്ടും, സിനിമയിലും അതുപോലെ കിട്ടും. നാടകത്തിന് ബാക്ക് റോയിൽ ഇരിക്കുന്നത് നമ്മുടെ മുഖത്തിന് എക്സ്പ്രഷൻ പോലും കിട്ടില്ല, ഫ്രണ്ട് റോയിൽ മാത്രമേ കിട്ടുള്ളൂ. അവിടെയാണ് ഡയലോഗ് പഠിക്കാതെയും ഒക്കെ വന്ന് നാടകം ചെയ്യുമ്പോൾ പ്രേക്ഷകർ അകന്നു പോകും. എന്തിനാണ് ബുദ്ധിമുട്ടി ഇവിടെ വന്ന് ഇരുന്ന് നാടകം കാണുന്നത്? ഡയലോഗും അറിഞ്ഞുകൂടാ. പല നാടകങ്ങൾ കാണുമ്പോൾ വിഷമം തോന്നുന്നു. അപ്പോൾ അത് ആ കലാകാരന്മാർക്ക് ചെയ്യുന്നവർക്ക് ഉത്തരവാദിത്വം ഇല്ല എന്ന് പറയുമ്പോൾ തന്നെ അതിൻ്റെ സാഹചര്യം പ്രശ്നമാണ്. ഒരു കളിക്കാൻ ഒരു ഓഡിറ്റോറിയം ഇല്ല, ഒരു 10 ദിവസം കൊണ്ടൊക്കെ നാടകം ചെയ്യേണ്ട അവസ്ഥയാണ്. അപ്പോൾ ഇത് ഒരു കൂട്ടായ പ്രവർത്തനത്തിലൂടെ സർക്കാരും കലാകാരന്മാരും എല്ലാവരും കൂടെ ശ്രമിച്ചാൽ മാത്രമേ പട്ടണങ്ങളിൽ പ്രത്യേകിച്ച് നാടകവേദി ഉണ്ടാവും. ഈ പട്ടണത്തിൽ ജീവിക്കുന്ന ഞാനും ഒക്കെ അനുഭവിക്കുന്നത് നമുക്ക് നാടകത്തോട് താല്പര്യമുണ്ട്, അതിനുവേണ്ടി ഏറെ സമയം ചെലവഴിച്ച ആളാണ്. എന്നിട്ടും ഈ പരിതാപം, ഈ പ്രശ്നം പറഞ്ഞുകൊണ്ടിരിക്കുന്ന അവസ്ഥ വളരെ വളരെ ദുഃഖകരമാണ്. നാടകത്തെ അങ്ങനെ സ്നേഹിക്കുന്ന ആൾക്കാർ എന്നുള്ള നിലയ്ക്ക്. അതേസമയം ഇത് അവിടെ ചില സംഘങ്ങൾ പുതിയ നാടകങ്ങൾ ചെയ്യുന്നു. ഈ പറഞ്ഞതുപോലെ ഇപ്പോൾ ഇടയ്ക്ക് ജോൺ കിസോത്തെ എന്നൊരു നാടകം ഇപ്പോൾ ഇൻഫോ ഫെസ്റ്റിവൽ വരികയാണ്. അത് അതിലെ പ്രധാന നടൻ 3 വർഷമായിട്ട് കളരിപ്പയറ്റ് പഠിച്ച് അത് പ്രാക്ടീസ് ചെയ്ത് ഏകദേശം 6 മാസം റിഹേഴ്സൽ ചെയ്ത് ഒരു നാടകങ്ങൾ അങ്ങനെയെങ്കിലും ചില നാടകങ്ങൾ ഉണ്ടാവാറുണ്ട്. അങ്ങനെ വളരെ വിരളമായ വളരെ അർത്ഥവത്തായ ഒരു പരീക്ഷണം എന്ന് പറഞ്ഞാൽ പുതിയ അന്വേഷണങ്ങളുമായിട്ടുള്ള നാടകവേദി ഉണ്ടാകുന്നത്. അല്ലെങ്കിൽ സുധാകരൻ സുഹൃത്തിൻ്റെ നാടകത്തിൽ പറഞ്ഞതുപോലെ കുടുംബത്തിലും വേണ്ട, നാട്ടുകാർക്കും വേണ്ടാത്ത ഒരു കലാകാരന്മാരുടെ കൂട്ടായ്മയായിട്ട് നാടകം നിലനിൽക്കും. അപ്പോൾ അതിന് കൂട്ടായ ഒരു ശ്രമം ഇവിടെ ശ്രീകൃഷ്ണ നൃത്തസ്ഥാപനം ഈ ഒരു സ്ഥാപനം ഉണ്ടാക്കി ഇപ്പോഴും നാടകം നടത്തുന്നത് കൊണ്ടാണ് തിരുവനന്തപുരത്ത് ഏക നാടകക്കാർക്ക് ഒരു ആശ്വാസമുള്ള ഈ തറയുകയാണ്. അതിവിടെ പറഞ്ഞു കഴിഞ്ഞു. അതുപോലെ ഒരുപാട് കൂട്ടായ്മകൾ വരേണ്ടതാണ്. നിർഭാഗ്യവശാൽ ഞാനും 10-30 വർഷം അതിന് ശ്രമിച്ചെങ്കിലും ആ ഒരു അനുഭവത്തിൽ നിന്നാണ് ഞാൻ ഈ പറഞ്ഞത്. എൻ്റെ ഭാര്യയ്ക്ക് ഒരു ആക്സിഡൻറ്റ് പറ്റി ഞാൻ വീട്ടിൽ ഒതുങ്ങേണ്ടി വന്നപ്പോൾ എൻ്റെ കൂടെ വർക്ക് ചെയ്തവരാരും തന്നെ ഇതിനെ മുന്നോട്ട് കൊണ്ടുപോകാൻ തയ്യാറായില്ല. ഞാൻ അവരെ കുറ്റപ്പെടുത്തുന്നില്ല, കാര്യം ഞാൻ ഈ കാര്യങ്ങളെല്ലാം കൊണ്ടാണ്. അതിൽ നാടകം കളിക്കുന്ന ഒരു 90% ആൾക്കാരും ദാരിദ്ര്യമുള്ളത്. അവർക്കൊരു വേദി ഒരുക്കാനും ഒക്കെയാണ് ഞാൻ ശ്രമിച്ചത്, നിരന്തരം കളിക്കാനും ഒക്കെ ആണ്. അപ്പോൾ അതിനകത്തൊരു സംഘാടകൻ്റെ ഒരു ഭാഗമായിരുന്നു ഞാൻ ഏറ്റവും അഭിമാനിക്കുന്നത്. രഘുത്തമനുള്ള ആർട്ടിസ്റ്റോ സംവിധായകനോ ഇതിൽ പറഞ്ഞതുപോലെ ഒന്നുമല്ല, ഒരു സംഘാടകനായിട്ട് നിൽക്കാനുള്ള ഒരു മനസ്സെനിക്കുണ്ടായിരുന്നാണ് വലിയ കാര്യം. എത്രയോ പേർക്ക് അവിടെ സംവിധാനം ചെയ്യാനും അഭിനയിക്കാനും ലൈറ്റിങ് എല്ലാം പഠിക്കാനുള്ള ഒരു അവസരമുണ്ടായി. പക്ഷെ അത് തുടരാൻ ആളെ കിട്ടിയില്ല. കാര്യം അവർ മുന്നോട്ട് എടുക്കാൻ വന്നാൽ ഈ സംഘാടകൻ്റെ ഭാരം ചില്ലറയില്ല നാടകത്തിൽ. ഞാൻ നേരത്തെ പറഞ്ഞ ചിത്രകാരനോ കവിക്കോ അതങ്ങ് എഴുതിയാൽ അതങ്ങ് പ്രസിദ്ധീകരിക്കും. ഇന്ന് തന്നെ ഇവർ ഇവിടുന്ന് വായിക്കാനേ പറ്റുള്ളൂ.
നമുക്ക് സൗകര്യം ഉണ്ടെങ്കിൽ ഇവരത് അഭിനയിച്ച് ഇവിടെ ചെയ്യുമായിരുന്നു. എന്നെ പോലുള്ള ആൾക്കാർ ദുഃഖമാണ് തോന്നുന്നു. നന്നായിട്ട് ഇത് പ്രസൻറ്റ് ചെയ്തു, വളരെ നന്നായിട്ട് ചെയ്തു. ഒരു റേഡിയോ നാടകം ആണ് കാണുന്നുണ്ടെങ്കിൽ അതുപോലെ മനോഹരമായിട്ട്, ശബ്ദം മാത്രമേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ചെയ്യാൻ കഴിയുമായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ എല്ലാം ഒരു സമൂഹത്തിൻ്റെ, പ്രത്യേകിച്ച് സർക്കാരിൻ്റെയാണ്. ഞാൻ കുറ്റം പറയല്ല, അത് പറയാതിരിക്കാൻ നിവൃത്തിയില്ല. ഇവിടുത്തെ KPSC അല്ലെങ്കിൽ ഈ നാടകം കൊണ്ട് ജനങ്ങളെ രാഷ്ട്രീയം പഠിപ്പിച്ച് അധികാരത്തിൽ വന്നവർ പിന്നെ ഈ നാടകത്തെ അങ്ങ് വിട്ടു, പിന്നെ സിനിമയിലായി. സുരാസു ഒരിക്കൽ എന്നോട് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു നിർത്താം, ഫംഗ്ഷൻ ഉള്ളത് കൊണ്ട്, സുരാസു എന്നോട് പറഞ്ഞു, ഞാൻ പട്ടാളത്തിൽ നിന്നൊക്കെ തിരിച്ചു വന്നപ്പോൾ ഇവിടെ വിപ്ലവവും നാടകവും KPSCയുടെ നാടകവും ജനങ്ങളെ ഇറക്കി മറിച്ച് രാഷ്ട്രീയ ബോധമുള്ളവരാക്കി, നാടക കലയോടുള്ള സ്നേഹവും, അന്ന് ആ പദവി ഉണ്ടായിരുന്നു ആ നാടകത്തിൽ. അത് കഴിഞ്ഞ് അദ്ദേഹം ഇവിടെ വന്നപ്പോൾ പറയുന്നു, കുറച്ച് കഴിഞ്ഞപ്പോൾ ഇതിലെ ആശാന്മാരെല്ലാം സിനിമയിലെ സ്ക്രിപ്റ്റ് എഴുത്തും സംവിധായകരുമായിട്ട് പോയി. ഞാൻ വന്നപ്പോൾ പിന്നെ ഞാനൊരു വിശ്വരൂപം എന്നൊരു നാടകമൊക്കെ എഴുതി. പിന്നെ നാടകത്തിൽ തന്നെ നിൽക്കാമെന്ന് വിചാരിച്ചു കുറേ വാശിയോടെ. ഞാനിവർ പോയാലും ഞാൻ നാടകം എഴുതി നിൽക്കും. അവസാനം അദ്ദേഹം പറഞ്ഞ അവസാനം ഞാനും സിനിമയിൽ, സുരാസ് സിനിമയിൽ അഭിനയിക്കുകയും സ്ക്രിപ്റ്റ് എഴുതുകയും ഒക്കെ പോകേണ്ടി വന്നെന്ന് പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ അവസ്ഥ അങ്ങനെയാണ്. ചിത്രകല അതിൻ്റെ സാധ്യതകൾ വീണ്ടും വീണ്ടും തേടാൻ ഒരു വ്യക്തി പരിശ്രമിച്ചാൽ മതി. ഒരു ശില്പവും അല്ലെങ്കിൽ ഒരു ഇതുണ്ടാകും. നാടകത്തിന് കൂട്ടായിട്ട് മനുഷ്യ ബന്ധങ്ങളെ വലിയ ആവശ്യമുള്ളതാണ്. ഒരു കൂട്ടായ സിനിമയിൽ പോലും അത് വേണ്ട. അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കുറച്ച് പേരെ വിളിച്ച് അന്യോന്യ ബന്ധമില്ല, ടേക്കെടുത്ത് പോവാം. സിനിമയിലാണ് അവർ കൂടി കാണുന്നത്. അത് പറ്റാത്ത കലയാണ്. ഇന്ന് ബന്ധങ്ങൾ ശിഥിലമായിക്കൊണ്ടിരിക്കുന്ന അവസ്ഥയിൽ അതും കൂടി കാരണമാണ് നാടകം ബുദ്ധിമുട്ടാണെന്ന് പറയുന്നത്. ഈ ഒരു അവസരത്തിൽ ഇങ്ങനെയെങ്കിലും ചില കലാകാരന്മാരെ ഓർക്കുന്നത് വളരെ സന്തോഷകരമാണ്. അംബിസാറിന് ഈ അവാർഡ് കൊടുക്കുന്നതിന് അതിലേറെ സന്തോഷമുണ്ടായിട്ടുള്ള പേഴ്സണൽ അടുപ്പമാണ്. കാര്യം ഞാൻ അംബിസാറിനെ ഈ രചിച്ചൊക്കെ അഭിനയിച്ച നാടകങ്ങൾ കണ്ടാണ് വളർന്നത് നാടകത്തിൽ. ഒപ്പം തോമസ് മാത്യു ഞങ്ങളൊക്കെ വൈലാസ് സാറിൻ്റെ നാടകങ്ങളിൽ ഒക്കെ ബന്ധപ്പെട്ടുമൊക്കെ പ്രവർത്തിക്കുന്നു. ജഗദീഷ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ കുറച്ച് പേര് ഉണ്ട്. അപ്പോൾ ആ സമയത്തും ഇന്നും തോമസ് മാത്യു തൻ്റെ ജോലിയോടൊപ്പം തന്നെ ഇപ്പോഴും അത് സജീവമായിട്ട് നാടകം കളിക്കുന്നു. അംബിസാറും അതുപോലെയാണ്. അപ്പോൾ ഇവരുടെയൊക്കെ ഉള്ള ഒരു കൂട്ടായ്മ വളരെ സന്തോഷം നൽകുന്നതാണ്. മറ്റൊന്നും പറയാനില്ല. ബാക്കിയെല്ലാം ഇവിടെ കണ്ടതാണ്. നാടകം വളരെ നന്നായിട്ട് അവതരിപ്പിച്ചു. സുധാകരൻ ശിവാർത്ഥിക്ക് ഒരു അഭിനയിലെ ഒരു നാടകത്തിൽ സഹകരിക്കണമെന്ന് എന്നോട് ഒരു താല്പര്യം പറഞ്ഞിരുന്നു. പക്ഷേ അത് ഞാൻ ഈ പറഞ്ഞതുപോലെ പല കാര്യങ്ങൾ കൊണ്ടും നടക്കാതെ പോയി. എങ്കിലും അദ്ദേഹത്തെ ഓർമ്മിക്കാൻ നിയോഗവും കൂട്ടായ്മയും മുന്നോട്ട് വന്നത്. ഞാൻ പറഞ്ഞ അതൊരു സംഘാടകൻ്റെ പണിയാണ് അദ്ദേഹത്തെ ഓർക്കുക എന്നുള്ളത്. ഞാനെപ്പോഴും സംഘാടകനെയാണ് ഏറ്റവും മുന്നിൽ തന്നെ ബഹുമാനിക്കുന്നത്. ഒരു വേദി ഒരുക്കുക എന്ന് പറയുന്ന ഒരു സംഘത്തെ വളരെ ഹൃദയത്തോട് ചേർത്ത് പിടിച്ചുകൊണ്ട് ഈ സമാധാന കർമ്മവും ഈ അനുസ്മരണ യോഗവും ഉദ്ഘാടനം ചെയ്തതായി ചെയ്യുന്നു.